ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായുള്ളൊരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ ഗവൺമെൻറ് ജോലികളും അതുപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള വേക്കൻസിയൊക്കെയാണ് ചെയ്യാറ്. അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ നമ്മൾ സൈലത്തിൻ്റെ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടറിലുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിലൊക്കെയുള്ള വേക്കൻസിയുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തണോ അതല്ല ഉൾപ്പെടുത്തേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കതിനെക്കുറിച്ചും പാടെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇത്തരം വീഡിയോസും യൂസ്ഫുൾ ആണോ, അത് റെലവൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയാം. അപ്പോൾ ഒരു 25,000 അല്ലെങ്കിൽ 30,000 വരെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാവുന്ന വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ സൈലത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കാണാം സൈലം അതിൻ്റെ ആ ഒരു വെബ്സൈറ്റാണ്, ഒഫീഷ്യൽ അവരുടെ വെബ്സൈറ്റ് തന്നെയാണ്. അതിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അക്കാദമിക് മെൻറ്റർ വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് മാർച്ച് 4 വരെ അപ്ലൈ ചെയ്യാം. തൃശ്ശൂർ ആണ് ഇതിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത്. ഇതൊക്കെ ഫുൾ ടൈം ജോലി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ 15,000 മുതൽ 18,000 ആണ് ഇതിൻ്റെ ഒരു ഏകദേശം നിങ്ങൾക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിന് അടുത്തത് ഗ്രാഫിക് ഡിസൈനർ 15 ഏപ്രിൽ ആണ് ലാസ്റ്റ് ഡേറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇത് കോഴിക്കോട് ഹെഡ് ഓഫീസിലേക്കാണ്. 15,000 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാലറി പ്രതീക്ഷിക്കാം. ദെൻ ബ്രാഞ്ച് ഫൈനാൻസ് മാനേജർ നിങ്ങൾക്ക് 21 ഏപ്രിൽ വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് എറണാകുളത്തേക്കാണ്. ഇതിൻ്റെ എമൗണ്ട് അതായത് സാലറി അവർ എന്ത് ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അത് എത്ര എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട്. 15 ഏപ്രിൽ വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും എന്ത് ചെയ്തിട്ടില്ല, അത് ഇവിടെ അത് കാണിക്കുന്നില്ല. അതൊക്കെ നിങ്ങളായിട്ട് എന്താണ് നമുക്ക് നമ്മുടെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ അനുസരിച്ച് അതിൽ എന്താണ് മാറ്റങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പോസ്റ്റുകൾക്കൊക്കെ അവർ സാലറി ഇവിടെ കൊടുക്കാത്തത്. ഇതിനടുത്തത് അക്കാദമിക് കൗൺസിലറാണ്. May 1 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മാങ്കാവാണ്. 15,000 മുതൽ 18,000 ആണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സാലറി. ഇതിനടുത്തത് അക്കൗണ്ട്സ് ട്രെയിനിയാണ്. 21 ഏപ്രിൽ വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കോഴിക്കോട് ഹെഡ് ഓഫീസിലേക്കാണ്. ഇതിൻ്റെയും സാലറി അവർ ഇവിടെ കൊടുത്തിട്ടില്ല. ഇതിനടുത്തത് കണ്ടൻറ് റൈറ്ററാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 31 മെയ് വരെ അപ്ലൈ ചെയ്യാം. ഇതും കോഴിക്കോട് ഹെഡ് ഓഫീസിലേക്കാണ്. നിങ്ങൾക്ക് 30K അല്ലെങ്കിൽ 30,000 മുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാലറി ഉണ്ട്. അതോടൊപ്പം തന്നെ വീഡിയോ എഡിറ്ററാണ്. നിങ്ങൾക്ക് 23 ജൂൺ വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമ്മളെ കോഴിക്കോട് ഹെഡ് ഓഫീസിലേക്കാണ്. ഇതിൻ്റെയും സാലറി അവിടെ പറഞ്ഞിട്ടില്ല. ഇതിന് വീഡിയോ എഡിറ്റർ ട്രെയിൻ, ഇതൊക്കെ നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ എക്സ്പീരിയൻസിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്ന കേട്ടോ. വീഡിയോ എഡിറ്റർ ട്രെയിനിങ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് 4 ജൂൺ വരെ അപ്ലൈ ചെയ്യാം. ഇത് കോഴിക്കോട് തന്നെയാണ് വേക്കൻസി. ഇത് 10,000 മുതൽ 20,000 വരെ ഏൺ ചെയ്യാം. അവർ പ്രതീക്ഷിക്കാവുന്ന സാലറി. ദെൻ അക്കാദമിക് മെൻറ്ററാണ്. അടുത്ത് 1 മെയ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് കച്ചേരിപ്പടിയാണ്. 15,000 മുതൽ 18,000 ആണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന സാലറി പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വേക്കൻസി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞാനിതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീഡിയോ എഡിറ്റർ ട്രെയിനിങ് എന്ന് പറയുന്ന ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം. അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാണിക്കാം. വീഡിയോ എഡിറ്റർ ട്രെയിനിങ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ജോബ് കോഡ് എല്ലാം അതിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തായിരിക്കും നിങ്ങളുടെ കീ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അതായത് നമ്മളെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഒരു നിശ്ചിത ടൈം ഡ്യൂറേഷൻ ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ വർക്കുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യാതൊരു പ്രശ്നവുമില്ല. ഏതെങ്കിലും വിഷയത്തിലൊരു ഡിഗ്രി മതി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഓക്കെ, എനി ഡിഗ്രിയാണ്, എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 18 to 32 ഏജ് ലിമിറ്റ്. 0 to 3 ഇയർ എക്സ്പീരിയൻസ് ആണ്. അതായത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. 10,000 മുതൽ 20,000 ആണ് ഇതിൻ്റെ സാലറി എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ നാവുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ള കാണിക്കാം. അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചെക്ക് ചെയ്യാം. ഇനി അക്കാദമിക് മെൻറ്റർ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എഡ്യൂക്കേഷനിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഈ പറയുന്ന BEd ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷനിൽ MEd ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് BEd ഉണ്ടെങ്കിൽ, അതായത് എനി ഡിസിപ്ലിനാണ്, എനി ഫീൽഡാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് കാറ്റഗറി ആണെങ്കിലും, നിങ്ങൾക്ക് ഫിസിക്കൽ സയൻസോ നാച്ചുറൽ സയൻസോ ഇനി മറ്റേതെങ്കിലും സബ്ജക്റ്റോ സോഷ്യൽ സയൻസോ ഇനി ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 21 to 30 ഏജ് ലിമിറ്റ് വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണം. ഓക്കെ, 15,000 മുതൽ 18,000 ആണ് സാലറി വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള ഈ റെസ്പോൺസിബിലിറ്റി ഇവിടെ ഉണ്ട്. അത് നോക്കുക, നിങ്ങൾ ഓക്കെ ആണെന്ന് നോക്കുക. ഓക്കെ, ദെൻ ബാക്ക് ടു ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അടുത്ത് നോക്കുക ഗ്രാഫിക് ഡിസൈനർ ട്രെയിനിങ്. ഇങ്ങനെ ഓരോന്നും ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ വർക്കും ടീം വർക്ക് സ്കില്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് കീ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 0 to 1 ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, 15K നിങ്ങൾക്ക് സാലറി എക്സ്പെക്ട് ചെയ്യാവുന്ന പോസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ബ്രാഞ്ച് ഫൈനാൻസ് മാനേജർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കീ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നോക്കുക. ഓക്കെ, 2 year എക്സ്പീരിയൻസ് വേണം ഫൈനാൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള.
ഓക്കെ. അതുപോലെ CA ക്വാളിഫൈഡ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ CA കഴിഞ്ഞവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റുകളാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ പല കാറ്റഗറി ഉണ്ട്, എല്ലാം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വന്നിട്ട് അക്കാദമിക് മെൻറ്റർ വേറെ ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് എഡ്യൂക്കേഷൻ BEdോ അല്ലെങ്കിൽ നിങ്ങൾക്ക് BEd ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് MEd ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് കുറച്ചും പാടെ എന്തുണ്ടായിരിക്കും, മുൻഗണന ഉണ്ടായിരിക്കും MEd ഉള്ളവർക്ക്. അപ്പോൾ 15,000 to 18,000 നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അക്കാദമിക് സപ്പോർട്ട് കാര്യങ്ങൾ, മെൻറ്റർഷിപ്പിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക, നിങ്ങൾ ചെയ്യാം. ബാക്ക് ലിസ്റ്റ് കൊടുക്കുക. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും എടുത്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം കാണിക്കുന്നില്ല. അപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ മറ്റു ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ കണ്ടന്റ് റൈറ്റർ വേറുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, എനി ഫീൽഡാണ്, എനി ഡിസിപ്ലിനിൽ എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 to 3 വർഷം എക്സ്പീരിയൻസ് ആയാലും 30,000 മുകളിൽ സാലറി ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അത് നോക്കുക നിങ്ങൾ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഈ ലിങ്ക് കിട്ടുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാമെന്നുള്ള ലിങ്ക് തരാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ GeoGL എജുലാൻഡിൻ്റെ പേജിലേക്കാണ് വരിക. ഇവിടെ വന്നാലും നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. കേരള ജോബ്സിൽ നിങ്ങൾക്ക് സൈലം വീഡിയോ എഡിറ്റർ എന്നുണ്ട്, എല്ലാ ലേറ്റസ്റ്റ് ജോബ്സിലുണ്ട്. അതിലൊക്കെ നോക്കാം നിങ്ങൾക്ക്. സൈലം വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. മറ്റ് പോസ്റ്റുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈലം വീഡിയോ എഡിറ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് വീഡിയോ എഡിറ്ററിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതർ വേക്കൻസീസ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ് എന്നുള്ള എൻഡ് ഡേറ്റ് ആട്ടോ, ഓരോ പോസ്റ്റിൻ്റെയും എൻഡ് ഡേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാലറി കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ നേരെ പോകുക നമ്മുടെ വീഡിയോ എഡിറ്ററിൻ്റെയിലേക്കാണ് പോകുക. കാരണം ഞാൻ വീഡിയോ എഡിറ്ററിനെ ബേസ് ചെയ്താണ് പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഞാൻ മറ്റൊന്നും പാടത്തിലേക്ക് ആഡ് ചെയ്ത് ഓരോന്നിനും ഓരോ പോസ്റ്റ് ഉണ്ടാക്കി വെച്ചു. പക്ഷേ അത് നമുക്ക് ഒരുപാട് ടൈം അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഇട്ടാണ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് നേരെ ബാക്ക് ടു ലിസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്താൽ മറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. ഇനി നേരെ നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ മൊത്തം 10 ജോബ് ഫൗണ്ട് എന്നുള്ള മൊത്തം അതിൻ്റെ പേജ്, ഈ പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷനിൽ ഇവിടെ ആഡ് ചെയ്യാം. മറ്റേത് മാറ്റിയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, മറ്റേ കിട്ടുന്നില്ലെങ്കിൽ. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആക്കുക. എല്ലാത്തിനും ഒരേ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൈലത്തിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ. ലോഗിൻ ചെയ്യാനുള്ള പേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ആദ്യം നമ്മൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, ഏത് രാജ്യമാണെന്ന് സെലക്ട് ചെയ്യുക, മൊബൈൽ നമ്പർ കൊടുക്കുക, മെയിൽ ID കൊടുക്കുക, ജനറേറ്റ് OTP കൊടുക്കുക. ജനറേറ്റ് OTP കൊടുത്താൽ നിങ്ങളുടെ മെയിലിലേക്ക് എന്ത് ചെയ്യും, OTP വരും. ഈ മെയിൽ നമ്മൾ കൊടുക്കുന്ന മെയിൽ ഉണ്ടല്ലോ, OTP വരും. ആ OTP അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ളൊരു കോളം വരും. അവിടെ പാസ്വേഡും സെറ്റ് ചെയ്താൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്യാൻ ഇവിടെ തന്നെ ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം റൈറ്റ് സൈഡ് കോർണറിൽ. ഇനി അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വീണ്ടും വന്നാൽ മതി. നിങ്ങൾക്ക് പോയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നേരെ അതിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ എന്നുള്ള ലോഗിൻ പേജിലേക്ക് വരും. ഇവിടെ നമ്മളെ രാജ്യം ഏതാ സെലക്ട് ചെയ്യാം. ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എൻ്റെ മെയിൽ IDയും പാസ്വേഡും ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, സൈനിങ് എന്ന് കൊടുക്കണം. അങ്ങനെ സൈനിങ് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ പേരിട്ടുണ്ടോ, രാജു എന്ന് പറഞ്ഞ പേരെടുത്ത്. അപ്പോൾ അതിൻ്റെ പ്രൊഫൈലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെറ്റാക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 20% അല്ലെങ്കിൽ 15% ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എൻ്റെ പ്രൊഫൈൽ. ഞാൻ ഫുള്ളാക്കിയിട്ടില്ല. ഇവിടെ നമ്മളെ പാൻ കാർഡ് അതുപോലെ ആധാർ കാർഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. മറ്റു ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള, നിങ്ങൾ ഏതെങ്കിലും ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പോർട്ടലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് വ്യൂ റെസ്യൂമെ, നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ ഫില്ല് ചെയ്താൽ, ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോ വന്നിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ക്ലിയർ ആയിട്ട് കാണും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് നൗ എന്നുള്ള ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഈ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഒരു ഫോട്ടോ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഫോട്ടോ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാം. ജസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്തു. ഓക്കെ. ഫോട്ടോ വന്നിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്നുകൂടെ നോക്കട്ടെ. ഫോട്ടോ നമ്മൾ എടുക്കുക. ഫോട്ടോൻ്റെ സൈസൊക്കെ നോക്കട്ടെ നിങ്ങൾ. ഓക്കെ. അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ നോക്കുക നിങ്ങൾ. ഇപ്പം ഞാൻ ഫോട്ടോ അതിൽ എടുത്തു, ലോഡിങ് ആണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ. കണ്ടോ, അവിടെ ലോഡിങ്ങിന് കുറച്ച് ടൈം പിടിക്കും കേട്ടോ. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക. ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ ക്രോപ്പ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ വേണ്ടി പോർഷൻ കറക്റ്റ് ആക്കിയിട്ട് അപ്ലോഡ് എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. കുറച്ച് ടൈം പിടിക്കും. ഞാനത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ കണ്ടാണ് ഞാനത് ഫുള്ള് കാണിക്കാത്ത കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ലാഗ് ആയാലേ. ഓക്കെ.
ഇനി നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ അതിലുണ്ട്. അപ്ലോഡ് കൊടുത്തിട്ട് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവട്ടോ, നമ്മൾ ക്ലോസ് ചെയ്യണതാ. അപ്പോൾ അതിവിടെ വന്നോളും. എനിക്ക് തോന്നുന്നു കുറച്ച് ലാഗ് ആകും. അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ആധാർ കാർഡിൽ എങ്ങനെയാണ് നിങ്ങളുടെ പേര്, അതാ അവിടെ വന്നിട്ടുണ്ടോ, ആധാർ കാർഡിൽ പേര് എങ്ങനെയാണ് അതുപോലെ കൊടുക്കുക. നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് റെസ്യൂമേ ഉണ്ടാക്കുക. നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള റെസ്യൂമേ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അഗ്രി ചെയ്ത് സേവ് കൊടുക്കുക. പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ്, പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് അങ്ങനെ ഓരോന്നും ഇവിടെ ഉണ്ട് ആഡ് ചെയ്യാൻ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ്, സ്കിൽ എന്തെങ്കിലും ഉണ്ട് അത് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക്. ഇതൊക്കെ ഇവിടുന്ന് ഡ്രോപ്പ് ഡൗൺ മെയിനാണ്. സോഫ്റ്റ് സ്കിൽ, ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുണ്ട്. പിന്നെ സമ്മറി, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ, അക്കാദമിക് അസിസ്റ്റൻറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്യൂട്ടബിൾ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം നേരിച്ച് അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് ഈ ലിങ്ക്ഡിനും അതുപോലെ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റെസ്യൂമെ സോഴ്സ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് സേവ് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ്. ഇത് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു CV കറക്റ്റായിട്ട് ഫില്ലായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒക്കെ അത് ഫില്ലായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാനത് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ നേരെ ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ ക്ലിക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അക്കാദമിക് മെൻറ്റർ, ലാസ്റ്റ് അക്കാദമിക് മെൻറ്റർ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ ട്രെയിനിങ് എന്നുള്ള പോസ്റ്റ് ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇവിടെ നമ്മൾ നേരെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ 100% കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകും. എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാം പ്ലീസ് ഫിൽ യുവർ ബേസിക് ആൻഡ് അഡ്രസ് ഡീറ്റെയിൽസ് എന്ന്. അത് ഫിൽ ചെയ്താലേ എനിക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഫില്ല് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, ഇത് ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യാനും പറ്റും നിങ്ങളുടെ അപേക്ഷ കാര്യങ്ങൾ. ഓക്കെ, ഇത് 100% ജെന്യൂൻ ആണ്. നിങ്ങൾക്ക് സൈലത്തിൻ്റെ ഒഫീഷ്യൽ പേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. അപേക്ഷാ ഫീസോ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.